ഹേ ഗായ്സ്, ഗെയിമർ പയ്യൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ടല്ല വെച്ചാൽ ഒരു സ്വാഗതം. സോ ഗൈസ്, ഞാൻ വന്നിരിക്കുന്നത് പറയുമ്പം ഒരു ഗെയിമിംഗ് വീഡിയോ ആയിട്ടല്ല ഗൈസ്. അപ്പം എൻ്റെ അടുത്ത് GTA 5 കളിച്ചപ്പോൾ ഒരാൾ ചോദിച്ചായിരുന്നു, ബ്രോ ഇതെങ്ങനെ എടുക്കുന്നത് GTA 5 എന്നൊക്കെ ചോദിച്ചത്. അപ്പം ഞാൻ ഇത് എടുക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗൈസ്. സോ ഗൈസ്, ആദ്യം നമുക്ക് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ചിൽ പോയി പ്രോട്ടോൺ VPN അടിക്കുക. പ്രോട്ടോൺ VPN അടിക്കാൻ നേരത്ത് ഇവിടെ പ്രോട്ടോൺ VPN കാണാൻ സാധിക്കും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക ഗൈസ്. ഓക്കെ, ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക ഗൈസ്. അതിനുശേഷം നിങ്ങൾ ക്രോമിൽ ചെയ്തതിന് ശേഷം കാറ്റോ APK എന്നടിക്കുക. കാറ്റോ APK എന്നടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ സംഭവം കാണും, ക്ലൗഡ് ഗെയിമിംഗ് എന്ന് പറയും. അപ്പം നമുക്കിതിൽ രണ്ട് ഓപ്ഷൻ കാണും. ഒന്ന് APK കാണാൻ സാധിക്കും, പിന്നൊന്ന് നമുക്ക് ഗൂഗിൾ പേയിൽ കാണാൻ സാധിക്കും. ഗൂഗിൾ പേയിൽ നമുക്ക് എന്തായാലും പറ്റത്തില്ല ഗൈസ് ഡൗൺലോഡ് ചെയ്യാൻ. ഞാൻ വേണമെങ്കിൽ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ഈ കൺട്രിയിൽ അത് അവൈലബിൾ അല്ലെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ APK ഡൗൺലോഡ് ചെയ്യാം ഗൈസ്. ഓക്കെ, APK കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഡൗൺലോഡ് APK കൊടുക്കുക. ഡൗൺലോഡ് APK കൊടുക്കുമ്പോൾ നിങ്ങൾക്കിവിടെ ഡൗൺലോഡ് ആവുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ ഡൗൺലോഡ് ആകുന്ന കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഡീറ്റെയിൽസ് എടുത്തതിന് ശേഷം ഇവിടെ ഇതാവുന്ന കാണിക്കാം. അപ്പോൾ അത് നമുക്ക് എടുത്തതിന് ശേഷം അപ്ഡേറ്റ് കൊടുക്കുക. അപ്ഡേറ്റിൽ നിങ്ങൾക്ക് അത് ഓപ്പൺ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻസ്റ്റാൾ എന്നായിരിക്കും ഗൈസ് അത്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നേരെ ബാക്ക് ഇറങ്ങുക. ബാക്ക് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ പ്രോട്ടോൺ VPN പോയതിന് ശേഷം VPN ഓണാക്കി ഞാൻ ഈ പറയുന്ന 3 സ്ഥലങ്ങൾ കണക്ട് ചെയ്യണമെങ്കിൽ ഇത് കൂടുതലും ബെറ്റർ ആയിരിക്കും. ഒന്ന് നെതർലാൻഡ്, പിന്നെ നോർവേ, സിംഗപ്പൂർ, പിന്നെ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഈ 3 രാജ്യങ്ങളും സ്ഥലങ്ങളും നിങ്ങൾ കണക്ട് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഗെയിമിലോട്ടും കാര്യങ്ങളോട്ടും കയറാൻ സാധിക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്കത് കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ കാറ്റോ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ ഇതൊക്കെ ചോദിക്കും. അപ്പം മെയിൽ കയറിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ സെറ്റിങ്സിൽ കയറി ലോഗിൻ കൊടുക്കുമായിരിക്കും. ഇവിടെ ലോഗ് ഔട്ട് എന്നാണ്, നിങ്ങൾക്ക് അവിടെ ലോഗിൻ എന്നായിരിക്കും ഗൈസ്. ഒക്കെ അത് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ 35 മിനിറ്റ് നിങ്ങൾക്ക് ഇവിടെ ഫ്രീ കിട്ടുന്നതാണ് ഗൈസ്. ഓക്കെ, അതിന് ശേഷം നിങ്ങൾ ഹോമിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഇവിടെ ഇല്ലേ ഈ സംഭവം ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഷെയർ കാറ്റോ ഒന്ന് കാണും. ഷെയർ കാറ്റോ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഞാൻ അത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളെ വാട്സപ്പിലോട്ട് തന്നെ ഇത് ഷെയർ ചെയ്യാം. നിങ്ങളുടെ വാട്സപ്പിലോട്ട് തന്നെ ഷെയർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് ബാക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു 20 മിനിറ്റ് ഫ്രീ കിട്ടുന്നതാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 35, 20, 55 മിനിറ്റ് നിങ്ങൾക്ക് ഇവിടെ ഫ്രീ കിട്ടുന്നതാണ് ഗൈസ്. സോ അതിനുശേഷം നിങ്ങൾ നേരെ ഇവിടെ കുറേ ഗെയിമും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും ഗൈസ്. ഓക്കെ, GTA 5 തന്നെ പല മോഡും കാര്യങ്ങളും, GTA 5 പോലീസ് മോഡ്, GTA 5, GTA ലിബർട്ടി സിറ്റി, GTA ആട്ടോ 3, സാൻ ആൻഡ്രിയാസ്, വൈസ് സിറ്റി, GTA 6 ഗൈസ്. GTA 6 അല്ല ഗൈസ്, ഇപ്പോൾ നമ്മളിവിടെ GTA 5 കണ്ടില്ലേ. GTA 5 എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മുടെ GTA 5 മിഷൻസും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാനേ പറ്റും. നമുക്ക് ഓപ്പൺ വേൾഡ് കളിക്കത്തില്ല. അപ്പം GTA 6 നമുക്ക് GTA 5 ഓപ്പൺ വേൾഡും കാര്യങ്ങളും കളിക്കാൻ പറ്റുന്നതാണ് ഗൈസ്. ഒക്കെ ഇവിടെ FIFA കാര്യങ്ങളൊക്കെ ഉണ്ട്, പോപ്പി പ്ലേഗ് ഉണ്ട് ഗൈസ്. എല്ലാ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോപ്പി പ്ലേഗിൻ്റെ പല ഗെയിമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ജുറാസിക് വേൾഡ്, എവല്യൂഷൻ, പിന്നെ കുറേ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോർസ ഹൊറൈസൺ ഉണ്ട് ഗൈസ്. ഓക്കെ, ചാർജ് ഉണ്ട്, സ്പൈഡർമാൻ ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നേരെ നിങ്ങൾ ഇവിടെ ഫോർസ ഹൊറൈസൺ 6 കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. നമ്മൾ GTA 5 ആണ് നോക്കുന്നത്. GTA 5 എടുത്ത് പ്ലേ എടുക്കുക. ഇതെല്ലാം നിങ്ങൾ VPN കണക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യാനുള്ളത് ഗൈസ്. ഓക്കെ, VPN കണക്ട് ചെയ്യുക. അപ്പോൾ ലോഡിങ് ആകുന്നതേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ഇവിടെ 268 കാണിക്കുന്നത് ഗൈസ്. നിങ്ങൾക്ക് ഇവിടെ VPN കണക്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് ഗൈസ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ബാക്ക് ഇറങ്ങുക. നിങ്ങൾക്ക് ബാക്ക് ഇറങ്ങി മിനിമൈസ് ചെയ്ത് യൂട്യൂബിലെ കാര്യങ്ങൾ യൂട്യൂബ് ഏതെങ്കിലും പോകാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ഈ സക്സസ്ഫുള്ളി ആയെന്ന് പറഞ്ഞ് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ
സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്കിവിടെ അങ്ങനെ നോട്ടിഫിക്കേഷൻ വരത്തില്ല. ഇങ്ങനെ മാത്രമേ നോട്ടിഫിക്കേഷൻ വരുന്നുള്ളൂ. ഷോപ്പ് സീരിയ മീറ്ററിലൊക്കെ കണ്ടില്ലേ, ഇതിനൊക്കെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ, എനിക്ക് താഴത്തേക്ക് വരില്ല. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതിലിരിക്കുക, അല്ലെങ്കിൽ ക്യൂവിലിരിക്കുക. ഒന്നുകിൽ നിങ്ങൾ ക്യൂവിലിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വെളിയിറങ്ങി മിനിമൈസ് ചെയ്തതിന് ശേഷം ഗെയിമും കാര്യങ്ങൾ കളിക്കാം. പിന്നെ എന്താ പറയുക, യൂട്യൂബിൽ പോവുകയാണെങ്കിൽ പോവാം, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോകണമെങ്കിൽ പോകാം ഗൈസ്. ഇതിന് ശേഷം നമുക്ക് ഗെയിമിൽ കയറുമ്പോൾ ഗെയിം കളിച്ചു നമുക്ക് 35 മിനിറ്റ് ഉണ്ടെന്ന് വെച്ചില്ല. സപ്പോസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 35 മിനിറ്റ് ഉണ്ടെന്ന് വെച്ചോ. 35 മിനിറ്റ് നമ്മൾ 5 മിനിറ്റ് ഗെയിം കളിച്ചോളൂ. 5 മിനിറ്റ് ശേഷം നമുക്ക് ഗെയിമിൽ വെളിയിറങ്ങിയതിന് ശേഷം നമുക്കിവിടെ 30 മിനിറ്റ് ഇത് കാണുന്നതാണ് ഗൈസ്. ഓക്കെ, അല്ലാതെ നമ്മൾ മറ്റുള്ള ക്ലൗഡ് ഗെയിം കണക്ക് നമ്മൾ കയറി കളിച്ചതിന് ശേഷം ഒരു 30 മിനിറ്റ് ഉണ്ട്. അതിലൊരു എക്സാമ്പിൾ പറയുന്നത് 30 മിനിറ്റ് ഉണ്ട്, അത് നമ്മൾ 5 മിനിറ്റേ കളിച്ചോളൂ. 5 മിനിറ്റ് കളിച്ചതിന് ശേഷം നമ്മൾ വെളിയിലിറങ്ങിയപ്പോൾ നമ്മുടെ എല്ലാ ടൈമും കാര്യങ്ങളും പോയി. ചിലതിൽ കോയിൻസ് ആയിരിക്കും, കോയിൻസ് എല്ലാം പോയി, അങ്ങനെ കാണിക്കും ഗൈസ്. അപ്പം ഇതിലങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്കിത് കുറച്ച് സമയം നിന്നാൽ മതി ഗൈസ്. ഇപ്പം തന്നെ ഇത് 196 ആയിട്ടുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ സംഭവം സെറ്റാവുന്നതാണ്. ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് ഏത് രാജ്യത്തിനെന്ന് വെച്ചാൽ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് നെതർലാൻഡാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഗൈസ്. ഓക്കെ, ഇതിൻ്റെ ഗെയിമിൻ്റെ ഈ ക്ലൗഡ് ഗെയിമിൻ്റെ സൈറ്റിൻ്റെ ആപ്പിൻ്റെ ലിങ്കും മറ്റേ പ്രോട്ടോൺ VPN ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി എടുക്കാവുന്നതാണ് ഗൈസ്. ഓക്കെ, പിന്നെ എൻ്റെ അടുത്ത് എൻ്റെ സബ്സ്ക്രൈബർ പറഞ്ഞു ഇങ്ങനെ ഇടൂ ബ്രോ എന്ന്, സബ്സ്ക്രൈബർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇടുന്നത് ഗൈസ്. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. ഓക്കെ, ഞാനിവിടെ ജസ്റ്റ് യൂട്യൂബ് കാര്യങ്ങളൊക്കെ കയറിയതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ തന്നെ ഇവിടെ എൻ്റെ നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളതിൽ ഓപ്പൺ ചെയ്യുക, നമുക്ക് കണ്ടിന്യൂ എടുക്കാം. കണ്ടിന്യൂ എടുക്കുന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ലോഡിങ് കാര്യങ്ങളും കാണുന്നതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഗെയിമിലോട്ടും കാര്യങ്ങളിലോട്ട് പോകുന്നതാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സംശയം തോന്നും ഗൈസ്. അപ്പോൾ ഞാൻ ഇത് ഞാൻ ഇവിടെ റെക്കോർഡ് ചെയ്ത സമയം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഗൈസ്. ഞാനൊരു 7:40 സംതിങ്ങിനാണ് ഞാൻ റെക്കോർഡ് ചെയ്തത് വീഡിയോ. ഇപ്പം നമുക്ക് സെക്കൻഡ് ഷോട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയമായപ്പം 56 ആയിരിക്കുന്നത് ഗൈസ്. അപ്പം നമുക്ക് അത്രയും ടൈം ലാഗും കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് കുറേ സമയം വെയിറ്റും ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. അപ്പം ഇതൊന്ന് സേഫും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പം നമുക്ക് നേരെ ഗെയിമിലോട്ട് പോകാം. ഗെയിമും കാര്യങ്ങളൊക്കെ സെറ്റ് ആവുന്നുണ്ട്, ലോഡിങ് കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. ഇവിടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും ഗൈസ്. അതിനുശേഷം നമ്മൾ ഇവിടെ സൈഡിൽ ഇവിടെ ഓൺലൈൻ കാണാം. ഞാൻ ഓൺലൈനിലാണ് കളിക്കുന്നത് ഗൈസ്. ഓക്കെ, ഓൺലൈൻ കൊടുത്ത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. കുറച്ച് സമയം നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം ഗൈസ്. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ചെറിയ ചെറിയ കഴപ്പും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ് ഗൈസ്. ഓക്കെ, അതൊന്നും വെയിറ്റ് ചെയ്യണ്ട. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഈ ഫസ്റ്റ് ടൈം ഇതിൽ കളിക്കാൻ നല്ല പാടും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഗൈസ്. ഈ കൺട്രോളിൽ ഫസ്റ്റ് ടൈം കളിക്കാൻ എനിക്ക് നല്ല പാടായിരുന്നു. ഇതെങ്ങനെയാണ് സംഭവം എന്നൊന്നും മനസ്സിലായില്ല. അപ്പോൾ എനിക്ക് പിന്നെ കളിച്ച് വന്നപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി ഗൈസ്. പിന്നെ നിങ്ങൾക്കിത് പ്രോപ്പറായിട്ട് നല്ലോണം കളിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു ഗെയിമിംഗ് കൺട്രോളർ നിങ്ങൾക്ക് വാങ്ങുന്നതാണ് നല്ലത് ഗൈസ്. അപ്പം അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പ്രോപ്പറായിട്ട് കളിക്കാൻ സാധിക്കും. നമുക്ക് ഇവിടെ ഫോണിൽ കണക്ട് ചെയ്തതിന് ശേഷം ഫോൺ എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് ഗെയിമിംഗ് കൺട്രോളിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കളിക്കാൻ സാധിക്കും ഗൈസ്. ഇത് സമയം നമുക്കിപ്പം കളിക്കേണ്ടി വരും ഗൈസ്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമുക്കിതിൽ ഓക്കെ, റോക്സ്റ്റാർ ഗെയിം എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിൽ മേലോട്ടും താഴോട്ടും പോകാനാണെങ്കിൽ നമുക്കിവിടെ ഈ സംഭവം എവിടെയാണ് ആണേ, ഇത് കണ്ടില്ലേ, ഈ ബട്ടൺ കണ്ടില്ലേ, ഈ ബട്ടണിലാണ് നമ്മൾ മേലോട്ടും താഴോട്ടൊക്കെ പോകുന്നത് ഗൈസ്. ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് പലർക്കും ഇത് അറിയായിരിക്കും. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും മേലോട്ടും താഴോട്ടൊക്കെ പോകുന്നത്. നമുക്കിവിടെ ഇത് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ താഴെ കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ, സെലക്ട് ചെയ്യാൻ അമർത്തുക. ഓക്കെ, ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യും. പിന്നെ താഴോട്ട് വന്നിട്ട് വീണ്ടും നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അലർട്ടും കാര്യങ്ങളൊക്കെ വന്നു ഗൈസ്. ഇത് പലർക്കും അറിയാവുന്നതായിരിക്കും, ഞാൻ ഇത് ചെയ്യുന്നത്. അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് ഗൈസ്. ഓക്കെ, നമുക്കിവിടെ ഓക്കെ കാര്യങ്ങളൊക്കെ കൊടുത്ത് പോകാൻ നേരത്തെ ഇവിടെ ഗെയിമും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ നമ്മളെ ഫ്രാങ്ക്ലിൻ്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഗെയിമും കാര്യങ്ങളൊക്കെ ഓപ്പണായി നമുക്ക്
ഇതിലിപ്പം എന്ത് വേണമെങ്കിലും ചെയ്യാം. GTA 5 ഗെയിമുകളൊക്കെ തന്നെയാണ് ഗൈസ്. ഓക്കെ നമുക്ക് ഓക്കെ സോ ഗൈസ് ഇത്രയുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ. ഇത് ഫസ്റ്റ് ടൈം കളിക്കണോണ്ടെത്തി നല്ല അതും കാര്യങ്ങളൊക്കെ കാണും ഗൈസ്. എന്താ പറയുക, ലാഗും കാര്യങ്ങളൊന്നും ഒന്നും കാണുന്നില്ല ഗൈസ്. നമുക്ക് കാണുന്നത് പറയുമ്പോൾ ഒരു എന്താ പറയുക, ഫസ്റ്റ് ടൈം കളിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും നല്ല പാടും കാര്യങ്ങളൊക്കെ തോന്നുന്നത്. ഏതൊക്കെയാ സംഭവം എന്ന് മനസ്സിലാവാനായിട്ട് പാടായിരിക്കും ഗൈസ്. ഓക്കെ നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഗൈസ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ഗൈസ്. ഓക്കെ അപ്പം ഈ വീഡിയോ ഇത്രയുള്ള എൻ്റെ സബ്സ്ക്രൈബർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത് ഇട്ടത്, അല്ലെങ്കിൽ ഞാൻ ഇത് ഇടില്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞായിരുന്നു ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ അതിനായി ഇട്ട് തരാമെന്ന്. ഓക്കെ സംഭവം ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ബാക്ക് ഇറങ്ങുക. ഓക്കെ ഞാൻ ലാസ്റ്റ് ടൈം കാണിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ സേവ് എന്ന് പറഞ്ഞ് കാണിക്കും. ഞാനിപ്പം എത്ര മിനിറ്റ് കളിച്ച് നോക്കാം കേട്ടെ. 31 മിനിറ്റ് ബാക്കി വന്നു ഗൈസ്. എനിക്ക് 36 മിനിറ്റ് ഉണ്ടായിരുന്നു ഗൈസ്. 31 മിനിറ്റ് ബാക്കി വന്നു ഗൈസ്. ഓക്കെ അപ്പോൾ നമുക്ക് ഇത്രയുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വേറെ കയറുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പം കണക്ട് ചെയ്തതെന്ന് പറയാം, VPN ഏതാണെന്ന് കണക്ട് ചെയ്തതെന്ന് പറയുകയാണെങ്കിൽ ഓക്കെ യുണൈറ്റഡ് സ്റ്റേറ്റാണ് ഞാൻ കണക്ട് ചെയ്തത്. ഞാൻ നോർവേ ഒന്ന് മാറ്റിയായിരുന്നു. നോർവേ അല്ല, സിംഗപ്പൂറോ അങ്ങോട്ട് ഞാൻ കണക്ട് ചെയ്തായിരുന്നു, അത് ഞാൻ മാറ്റിയായിരുന്നു ഗൈസ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.